ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പോലെ എന്ന് അർത്ഥം വരുന്ന രണ്ട് പദങ്ങളാണ്. പോലെ പോലെ എന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത് ലൈക്ക് അല്ലെങ്കിൽ ആസ്. ലൈക്കും ഉപയോഗിക്കാറുണ്ട്, ആസും ഉപയോഗിക്കാറുണ്ട്. ഇത് രണ്ടും നമ്മൾ ഒരേ രീതിയിലല്ല ഉപയോഗിച്ച് കാണുന്നത്. കാരണം അതിനെ ലൈക്കിനെ ഉപയോഗിക്കുന്ന രീതിയിലല്ല നമ്മൾ ആസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഉപയോഗത്തിൽ വ്യത്യസ്തമാണ്. അപ്പോൾ സെന്റൻസുകളിലും നമ്മുടെ സംസാരത്തിലൊക്കെ എങ്ങനെയാണ് ഈ ലൈക്കും ആസും ഉപയോഗിക്കുന്നത് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ പഠിക്കാനായിട്ട് റെഡി ആയിരിക്കുക. ലൈക്ക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ലൈക്ക് ഈസ് ഓൾവേസ് ഫോളോഡ് ബൈ എ നൗൺ ഓർ പ്രൊനൗൺ. അതായത് ലൈക്ക് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ സെന്റൻസിൽ നോക്കുമ്പോഴേക്കും ആ സെന്റൻസിൽ ഒന്നില്ലെങ്കിൽ ഒരു നൗൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ഉണ്ടാവും. അപ്പൊ നൗൺ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ഏതെങ്കിലും നാമപദങ്ങൾ, ഒരാളുകളുടെ പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരോ, അങ്ങനെ ഏതെങ്കിലും ഒരു നൗൺ, ഒരു നാമപദം ഈ ലൈക്കിന് ശേഷം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഒരു പ്രോനൗൺ, അതായത് സർവനാമം എന്ന് പറയും. നമ്മൾ ഒരു നാമത്തിന് പകരം നിൽക്കുന്ന, ഒരു പേരിന് പകരം നിൽക്കുന്ന പദത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? പ്രോനൗൺ അല്ലെങ്കിൽ സർവനാമം എന്നൊക്കെ പറയുന്നത്. അതായത് ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ, ഇതൊക്കെ ഇതിലേതെങ്കിലും ഒന്ന് അതിന് ശേഷം ഉണ്ടായിരിക്കും, ഈ ലൈക്കിന് ശേഷം. അപ്പൊ നമുക്ക് സെന്റൻസ് ഒന്ന് നോക്കാം. എങ്ങനെയാണിത് ലൈക്ക് സെന്റൻസുകളിൽ ഉപയോഗിക്കുമ്പോൾ ഈ നാമോ അല്ലെങ്കിൽ സർവനാമോ അല്ലെങ്കിൽ നൗണോ പ്രോനൗണോ ഒക്കെ അതിന് ശേഷം ഉണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഹി, ഷീ, ഇറ്റ്, ഐ, യു, വി, ദേ, മൈ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ, യുവർ, അവർ എന്നൊക്കെ പറയുന്ന ഈ രീതിയിലുള്ള പ്രോനൗൺസ് ഒക്കെ നമുക്ക് അതിന് ശേഷം ഈ ലൈക്കിന് ശേഷം കാണാൻ പറ്റും. അപ്പോൾ ഏതെങ്കിലും നൗൺ ഉണ്ടോ പ്രോനൗൺ ഉണ്ടോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞ് നമുക്ക് ലൈക്ക് ആണോ ആസ് ആണോ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാകും. നമുക്കൊരു സെന്റൻസ് നോക്കാം. ഹി ടോക്സ് ലൈക്ക് ഹിസ് ഫാദർ. ഹി ടോക്സ് ലൈക്ക് ഹിസ് ഫാദർ. ഹി ടോക്സ് ലൈക്ക് ഹിസ് ഫാദർ. അതായത് അവൻ അവന്റെ അച്ഛനെ പോലെ സംസാരിക്കുന്നു. അപ്പൊ ഇവിടെ ലൈക്ക് ആണ് പോലെ എന്ന സെൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ലൈക്കിന് ശേഷം ഏത് പ്രോനൗൺ ആണ് അല്ലെങ്കിൽ നൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലൈക്കിന് ശേഷം ഹിസ് എന്ന് പറയുന്ന ഒരു പദം വന്നിട്ടുണ്ട് അല്ലെ? ഹിസ് ഫാദർ, ഹിസ്. അപ്പൊ ഹിസ് എന്ന് പറയുന്നത് ഒരു പ്രോനൗൺ ആണ്. അപ്പൊ മനസ്സിലായല്ലോ, ഈ രീതിയിലാണ് ലൈക്ക് വരുമ്പോഴേക്ക് നമ്മൾ സെന്റൻസുകൾ ഉപയോഗിക്കേണ്ടത്. ഷീ കുക്സ് ലൈക്ക് ഹെർ മദർ. ഷീ കുക്സ് ലൈക്ക് ഹെർ മദർ. ഇവിടെ നോക്കൂ, ഇവിടെ ലൈക്കിന് ശേഷം വന്നിരിക്കുന്നത് ഹെർ. അവൾ അവളുടെ അമ്മയെ പോലെ കുക്ക് ചെയ്യുന്നു അല്ലെ? അമ്മയെ പോലെ പാചകം ചെയ്യുന്നു. അപ്പൊ പോലെ എന്ന പദം ലൈക്കിന് ശേഷം വന്നിരിക്കുന്നത് ഹെർ മദർ, അവളുടെ അമ്മ. അപ്പൊ ഹെർ എന്ന് പറയുന്ന പ്രോനൗൺ അവിടെ ഉപയോഗിച്ചിരിക്കുന്നു അല്ലെ? അതുകൊണ്ട് നമുക്കറിയാം ഈ ലൈക്കിന് ശേഷം ഇവിടെ പ്രോനൗൺ ഹെർ വന്നിട്ടുള്ളത് കൊണ്ട് ഇത് കറക്റ്റ് സെൻസിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡു ലൈക്ക് മീ. ഡു ലൈക്ക് മീ ഇതൊരു കമാൻഡ് ആണ് അല്ലെ? നീ എന്നെ പോലെ ചെയ്യുക. അപ്പൊ ഡു ചെയ്യുക, എന്നെ പോലെ, ലൈക്ക് മീ എന്നെ പോലെ. അപ്പൊ പോലെ എന്നതിന് ശേഷം ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? മീ എന്ന് പറയുന്ന ഒരു പദമാണ്. അപ്പൊ മീ എന്താണ്? മീ ഒരു പ്രോനൗൺ ആണ് അല്ലെ? ഒരു നാമത്തിന് പകരം എന്നെ പോലെ. അപ്പൊ ആ നാമത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പ്രോനൗൺ ആണ് മീ എന്നുള്ളത്. മീ ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്കറിയാം അതെന്താണ്? ഇത് ഒരു ലൈക്ക് ഉപയോഗിച്ചിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഷീ സിങ്സ് ലൈക്ക് എ ബേർഡ്. ഷീ സിങ്സ് ലൈക്ക് എ ബേർഡ്. അവൾ ഒരു പക്ഷിയെ പോലെ പാടുന്നു. അപ്പൊ ഇവിടെ ലൈക്കിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? എ ബേർഡ്, ഒരു പക്ഷി. പക്ഷി എന്ന് പറയുമ്പോഴേക്കും, ഒരു ബേർഡ് എന്ന് പറയുമ്പോഴേക്കും ഒരു നൗൺ ആണ്, ഒരു നാമപദമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇത് ഉറപ്പിക്കാം, ഇതെന്താണ്? ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഹി ഈസ് നോട്ട് ലൈക്ക് ദം. ഹി ഈസ് നോട്ട് ലൈക്ക് ദം. അവൻ അവരെ പോലെ അല്ല. അവൻ അവരെ പോലെ അല്ല. അപ്പൊ ലൈക്കിന് ശേഷം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ദം അല്ലെ? അവരെ പോലെ, അവരെ എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് ദം എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ഇവിടെ ഉള്ളതുകൊണ്ട് ഇത് ലൈക്ക് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആസ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകൾ നോക്കാം. ആസ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകളിൽ എന്താണ് ഡിഫറൻസ് വരുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ആസ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസുകളിലും
നമ്മൾ ഈ ആസിന് ശേഷം ലൈക്കിൽ പറഞ്ഞതുപോലെ തന്നെ ആസിന് ശേഷവും നൗണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോനൗണോ ഉണ്ടാകും അല്ലെ. പക്ഷേ ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈ നൗണും പ്രോനൗണും ഉപയോഗിച്ചതിന് ശേഷം ഒരു വെർബ് കൂടി അതിനകത്തുണ്ടാവും, ഒരു ക്രിയ, ഒരു പ്രവൃത്തി കൂടി അതിനകത്ത് വരും. അതാണ് ആസ് ഉപയോഗിക്കുന്ന സെന്റൻസും ലൈക്ക് ഉപയോഗിക്കുന്ന സെന്റൻസും തമ്മിലുള്ള വ്യത്യാസം. ലൈക്ക് ഉപയോഗിക്കുന്ന സെന്റൻസിൽ നമ്മൾ ലൈക്കിന് ശേഷം വരേണ്ടത് ഒന്നില്ലെങ്കിൽ ഒരു നൗൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു പ്രോനൗൺ ആയിരിക്കണം. പക്ഷെ ആസ് ഉപയോഗിക്കുന്ന സെന്റൻസിൽ ആസിന് ശേഷം വരേണ്ടത് ഒരു നൗണോ അല്ലെങ്കിൽ ഒരു പ്രോനൗണോ പ്ലസ് ഒരു വെർബ്, ഒരു ക്രിയ അതുകൂടി ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യം സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആസ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാം. നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. ഹി ടോക്സ് ആസ് ഹിസ് ഫാദർ ടോക്സ്. ഹി ടോക്സ് ആസ് ഹിസ് ഫാദർ ടോക്സ്. അത് നമുക്ക് സെന്റൻസ് എടുത്ത് നോക്കാം. അവൻ അവന്റെ അച്ഛനെ പോലെ സംസാരിക്കുന്നു. അവൻ അവനെ അച്ഛനെ പോലെ സംസാരിക്കുന്നു. അപ്പൊ ഈ പോലെ എന്ന സെൻസിൽ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ആസ് ആണ്. ആസിന് ശേഷം ഹിസ് എന്ന് പറയുന്ന പ്രോനൗൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യവും കൂടി വേണം. എന്താണ്? ഒരു വെർബ് വേണം. അപ്പോൾ ആ വെർബ് ഏതാണ്? ടോക്സ്. ഹി ടോക്സ് ആസ് ഹിസ് ഫാദർ ടോക്സ്. കണ്ട, ആ ഹിസ് ഫാദർ അതിനുശേഷം വേറൊരു ക്രിയ അവിടെ വന്നിട്ടുണ്ട് അല്ലെ, ടോക്സ് എന്ന് പറയുന്നു. ആദ്യത്തേനകത്ത് ടോക്സ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. നമുക്ക് എടുക്കേണ്ടത് ഈ ആസിന് ശേഷം വരുന്ന വെർബാണ്. ഓക്കെ, അടുത്ത സെന്റൻസ് നോക്കാം. ഷീ കുക്സ് ആസ് ഹെർ മദർ കുക്സ്. ഷീ കുക്സ് ആസ് ഹെർ മദർ കുക്സ്. അപ്പോൾ അവള് അവളുടെ അമ്മയെ പോലെ പാചകം ചെയ്യുന്നു. അപ്പൊ ഇവിടെ സെന്റൻസ് നോക്കുക. ഷീ കുക്സ്, അവിടെ ആദ്യം ഒരു കുക്സ് ഉണ്ട്, പക്ഷെ അത് നമുക്ക് എടുക്കേണ്ട. രണ്ടാമത്തെ ഇതിലോട്ട് ആസിന് ശേഷം വരുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ആസിന് ശേഷം ഹേർ, അവളുടെ, ഹേർ എന്ന് പറയുന്നൊരു പ്രോനൗൺ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ വരുന്ന വെർബ് ഏതാണ്? കുക്സ്. ഹേർ മദർ കുക്സ്. അതിനകത്ത് ആ കുക്സ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് ആസ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് കറക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഡു ആസ് ഐ ടെൽ യു. ഡു ആസ് ഐ ടെൽ യു. ഡു ചെയ്യുക, ആസ് പോലെ, ഐ ടെൽ യു. ഇവിടെ ഡു ആസ് ഐ ടെൽ യു. ഇവിടെ ഡൂവിന് ശേഷം നമ്മൾ ആസ് കണ്ടു അല്ലെ. ആസിന് ശേഷം വരുന്ന നമുക്ക് പ്രോനൗൺ ആണോ നൗൺ ആണോ എന്നൊക്കെ നമുക്ക് നോക്കണം അല്ലെ. ഡൂവിന് ശേഷം എന്താ പറഞ്ഞത്? ഡു ആസ് ഐ എന്ന് പറയുന്ന ഒരു പ്രോനൗൺ ആണ്. ഐ ടെൽ യു, ടെൽ എന്ന് പറയുന്ന ഒരു വെർബാണ്. കണ്ടോ? അപ്പൊ ഇത് ഈ സെന്റൻസ് സാറ്റിസ്ഫാക്ടറി ആണ്, കറക്റ്റ് ആണ്. കാരണം നമുക്കറിയാം ആസിന് ശേഷം ഒരു പ്രോനൗൺ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു നൗൺ ഉണ്ടായിരിക്കണം. പിന്നെ എന്തുണ്ടായിരിക്കണം? ഒരു വെർബ് ഉണ്ടായിരിക്കണം. ഇവിടെ ടെൽ എന്ന് പറയുന്ന വെർബ് ഉണ്ട്. അതുകൊണ്ട് ഈ സെന്റൻസ് കറക്റ്റ് ആണ്. ഷീ സിങ്സ് ലൈക്ക് രമ. ഈ സെന്റൻസ് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ നോക്കുക. ഷീ സിങ്സ് ലൈക്ക് രമ. അവൾ രമയെ പോലെ പാടുന്നു. ഈ സെന്റൻസ് കറക്റ്റ് ആണോ? ലൈക്ക് അല്ലെ. ലൈക്കിന് ശേഷം എന്താണ് വന്നിരിക്കുന്നത്? രമ. അവിടെ ഒരു നൗൺ ആണോ പ്രോനൗൺ ആണോ? നൗൺ ആണ് വന്നിരിക്കുന്നത്. ഒരു നാമപദമാണ് അല്ലെ രമ. അപ്പൊ അതുകൊണ്ട് ഈ ലൈക്കിന് ശേഷം ഇവിടെ ഒരു നൗൺ വന്നിരിക്കുന്നത് കൊണ്ട് ഈ സെന്റൻസ് കറക്റ്റ് ആണ്. മീര നിന്നെ പോലെ എഴുതുന്നു. മീര നിന്നെ പോലെ എഴുതുന്നു. ഇതെങ്ങനെ നമ്മൾ പറയും? മീര നിന്നെ പോലെ എഴുതുന്നു. മീര, ഇവിടെ നമുക്ക് നോക്കേണ്ടത് മീര നിന്നെ പോലെ എഴുതുന്നു. പോലെ എന്നതിന് ശേഷം വന്നിരിക്കുന്നത് എന്താണ്? ഒരു വെർബ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അത് നമ്മളത് ശ്രദ്ധിക്കണം. എന്നിട്ട് സെന്റൻസ് ഒന്ന് കറക്റ്റ് ആക്കി പറഞ്ഞേ. മീര റൈറ്റ്സ് ആസ് യു റൈറ്റ്. മീര റൈറ്റ്സ് ആസ് യു റൈറ്റ്. നീ എഴുതുന്നത് പോലെയാണ് മീര എഴുതുന്നത്. മീര എഴുതുന്നത് നീ എഴുതുന്നത് പോലെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ സെന്റൻസിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും. മീര റൈറ്റ്സ് ആസിന് ശേഷം ഒന്നില്ലെങ്കിൽ ഒരു പ്രോനൗൺ അല്ലെങ്കിൽ ഒരു നൗൺ ഉണ്ടായിരിക്കണം. ഇവിടെ ആസിന് ശേഷം യു വന്നിട്ടുണ്ട്. അപ്പൊ അത് കറക്റ്റ് ആണ്. ഇനി അടുത്തൊരു വെർബും കൂടി വേണം. വെർബ് ഏതാണ്? റൈറ്റ്. ഓക്കെ, അപ്പൊ ഈ സെന്റൻസ് കറക്റ്റ് ആണ്. അപ്പൊ ഇതുപോലെ
നിങ്ങൾ മറ്റു സെന്റൻസുകളൊക്കെ എഴുതി നോക്കുക, പറഞ്ഞു നോക്കുക. അപ്പൊ ലൈക്ക് ഉപയോഗിക്കുമ്പോഴേക്കും ഉണ്ടായിരിക്കേണ്ട റിക്വയർമെന്റ്സ് കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നോക്കുക. ലൈക്കിന് ശേഷം എപ്പോഴും ഒരു പ്രോനൗൺ അല്ലെങ്കിൽ നൗൺ ഉണ്ടായിരിക്കണം. ഇത് മസ്റ്റാണ്. അതുപോലെ ആസ് ഉപയോഗിക്കുമ്പോഴേക്കും ഒരു പ്രോനൗണോ അല്ലെങ്കിൽ ഒരു നൗണോ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു കാര്യവും കൂടി വേണം. എന്താണ്? ഒരു വെർബ്, ഒരു ക്രിയയും കൂടി വേണം. അപ്പൊ ഈ രീതിയിൽ ഒരുപാട് സെന്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, പറഞ്ഞു നോക്കുക, സംസാരത്തിൽ ഉപയോഗിക്കുക. വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.